गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്ത നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 7, 2024. പ്രേമപൂർവം സേവനമനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അത്തരത്തിലുള്ള സേവനം വിവേകത്തിന്റെ യഥാർത്ഥ പ്രകടനമാകുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ അവിടുത്തെ ഉത്തമ ഭക്തനെ ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മെ പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, സർവം വിഷ്ണുമയം ജഗത്, അതായത് സർവാന്തര്യാമിയായ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം പ്രഹ്ലാദന് അറിയാമായിരുന്നു. ഈ സത്യം അദ്ദേഹത്തിന് പഠനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് ശാശ്വതമായ സത്യമെന്നും പ്രഹ്ലാദന് അറിയാമായിരുന്നു. അതിനാൽ ഭഗവാൻ പ്രഹ്ലാദന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ പിതാവിനെ പുനർജീവിപ്പിക്കാനോ തന്റെ സാമ്രാജ്യം തിരികെ ലഭിക്കാനോ ദീർഘായുസ്സും സമ്പത്തും യശസ്സും ലഭിക്കാനോ ഒന്നുമല്ല ആവശ്യപ്പെട്ടത്, മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖവും വേദനയും ശമിപ്പിക്കാനുള്ള അവസരമാണ്. സർവ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവായ ഈശ്വരനെ സേവിക്കുന്നതിനുള്ള ഉത്തമ മാർഗം അവിടുത്തെ സൃഷ്ടികളെ സേവിക്കുകയും ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. നാവ് മധുരവും സാന്ത്വനിപ്പിക്കുന്നതുമായ വാക്കുകളിലൂടെയും കരങ്ങൾ മൃദുവും നിരുപദ്രവകരമായ പ്രവർത്തനങ്ങളിലൂടെയും ന്യായീകരിക്കപ്പെടണം. ശരീരത്തെ ഉപവാസത്തിനായി, അതായത് സദാ ഈശ്വര സാന്നിധ്യത്തിൽ നിലകൊള്ളുന്നതിനായി വിനിയോഗിക്കണം. അന്തര്യാമിയായ സായിയെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗം സകലരെയും സായി സ്വരൂപമായി കരുതി സേവിക്കുകയാണ്. 1966 ഫെബ്രുവരി 20 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മൊഴിയെ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ സായിരാം.